ഹലോ, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിലെ ഹൈഡ്രോ കാർബൺസിലെ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ എന്താണെന്നും അവരുടെ ഘടനാരൂപം, അതേപോലെ അതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല, അതിൻ്റെ മോളിക്കുലാർ ഫോർമുല, തന്മാത്രാവാക്യമൊക്കെ എഴുതാൻ പഠിച്ചു അല്ലേ? അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹോമോലോഗസ് സീരീസിനെ പറ്റിയിട്ടാണ്. ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ആൽക്കെയിനിൽ ഒന്നാമത്തെ ആൾ കാണാൻ പറ്റും CH4, രണ്ടാമത്തെ ആൾ കാണാൻ പറ്റും C2H6, മൂന്നാമത്തെ ആൾ കാണാൻ പറ്റും. ഇങ്ങനെ ഓരോ മെമ്പേഴ്സിനെയും അടുത്തടുത്തുള്ള ഓരോ മെമ്പേഴ്സിനെയും നോക്കുന്ന സമയത്ത് അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മെമ്പേഴ്സ് കൂടി വരുന്നതിനനുസരിച്ചിട്ട് ഒരു കാർബൺ ആറ്റവും രണ്ട് ഹൈഡ്രജൻ ആറ്റവും കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ ഒരു സീരീസിനെയാണ് നമ്മൾ ഹോമോലോഗോസ് സീരീസ് എന്ന് വിളിക്കുക. ദ മെമ്പേഴ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ജനറൽ ഫോർമുല. ഇവർക്ക് എല്ലാവർക്കും ആൽക്കൈനായാലും ആൽക്കൈനായാലും ഒരു ജനറൽ ഫോർമുല ഉണ്ട് അല്ലേ? ആൽക്കെയിൻ്റെ നമുക്കറിയാം CnH2n+2 ആണ്. ആൽക്കീനിൻ്റെ അറിയാം CnH2n ആണ്. ആൽക്കൈനിൻ്റെ അറിയാം CnH2n-2 ആണ് അല്ലേ? അപ്പോൾ ഓരോരുത്തർക്കും ജനറൽ ഫോർമുല ഉണ്ട്. അതുപോലെ അടുത്തടുത്ത സക്സസീവ് മെമ്പേഴ്സ് ഡിഫർ ബൈ CH2 ഗ്രൂപ്പ് അല്ലേ? അവരുടെ അടുത്തടുത്തുള്ള മെമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു CH2 വ്യത്യാസമാണ്. അതേപോലെ തന്നെ ഇവർ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുന്നു. അതേപോലെ തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ അവരുടെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കൂടുന്നതിനനുസരിച്ച് അവരുടെ സ്ട്രക്ചറിൽ മാറ്റം വരുന്നുണ്ട് അല്ലേ? ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ വ്യത്യാസം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നാമത്തെ ആൽക്കെയിനിൻ്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് CH4 ആണ്. രണ്ടാമത്തത് C2H6 ആണ്. C2H6 ആണ്. മൂന്നാമത്തത് C3H8 ആണ്. C3H8 ആണ് അല്ലേ? നമുക്കിനി ഈ ഒരു CH2 ഡിഫറൻസ് ആണെന്ന് പഠിച്ചത് കൊണ്ട് തന്നെ ഹോമോലോഗസ് സീരീസ് ഫില്ല് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഒരു കാർബണും രണ്ട് ഹൈഡ്രജനും കൂട്ടിയിട്ട് എഴുതി കൊടുത്താൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? ഇനി അടുത്ത ആളെങ്ങനെ ആയിരിക്കും? C4H10 ആണ് അല്ലേ? ഇങ്ങനെ നീണ്ടു പോകുന്നതാണ് ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തടുത്തുള്ള മെമ്പേഴ്സ് തമ്മിൽ ഒരു കാർബണും രണ്ട് ഹൈഡ്രജനും കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹോമോലോഗസ് സീരീസിലെ മെമ്പേഴ്സിനെ ഫില്ല് ചെയ്യുക. അതിപ്പോൾ ആൽക്കീനാണെങ്കിൽ എങ്ങനെ എഴുതാം? ആൽക്കീനാണെങ്കിൽ എത്രയാണോ കാർബൺ അതിൻ്റെ ഡബിൾ ആണല്ലോ. നമ്മൾ ആൽക്കീനിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എത്രയാണോ കാർബൺ അതിൻ്റെ ഡബിൾ ആയിരിക്കും അതിലുള്ള ഹൈഡ്രജൻ. അപ്പോൾ ഒന്നാമത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് C2H4 ആണെങ്കിൽ അടുത്ത ആൾ എങ്ങനെയായിരിക്കും? C3H6 ആയിരിക്കും. C3H6 ആയിരിക്കും അടുത്ത ആൾ അല്ലേ? C3H6. അടുത്ത ആൾ എങ്ങനെയായിരിക്കും? C4H8 ആയിരിക്കും അല്ലേ? അതായത് ഒരു കാർബണും രണ്ട് ഹൈഡ്രജനും കൂടി ഇങ്ങനെ എന്ത് പറയും കൂടി വരുന്നതാണ് ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ആൽക്കൈനിൻ്റെ കേസാണെങ്കിൽ നമുക്ക് നോക്കാം. രണ്ട് കാർബൺ ആണെങ്കിൽ അതിൻ്റെ ഡബിളിൽ നിന്ന് രണ്ട് കുറക്കുക. അപ്പോൾ C2H2 ആണ് ആൽക്കൈനിൻ്റെ ഒന്നാമത്തെ കോമ്പൗണ്ട്. ഒന്നാമത്തെ കോമ്പൗണ്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഹോമോലോഗസ് സീരീസ് ഫില്ല് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ? എന്ത് ചെയ്താൽ മതി? ഓരോ ആൾക്കാർ കൂടുന്നതനുസരിച്ചും ഒരു കാർബൺ C3 കൂടുക, രണ്ട് ഹൈഡ്രജൻ H4. ഓക്കെ, ഇനി 4 കാർബൺ ആണെങ്കിൽ എങ്ങനെയാണ് വരും? C4H6. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ഹോമോലോഗസ് സീരീസ് നമ്മൾ ഫില്ല് ചെയ്യുക എന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇതാണ് ഹോമോലോഗസ് സീരീസ്. അപ്പോൾ ഹോമോലോഗസ് സീരീസ് പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ പറയുന്ന ഓരോ കോമ്പൗണ്ടുകൾക്കും നമ്മൾ എങ്ങനെയാണ് നെയിമിങ് കൊടുക്കുക, പേര് കൊടുക്കൽ എങ്ങനെയാണ് ഇവർക്ക് നമ്മൾ പേര് കൊടുക്കുക എന്നുള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ദ ഓർഗാനിക് കെമിസ്ട്രി. ഓക്കെ, ഇൻ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഈ പറയുന്ന ഹൈഡ്രോ കാർബൺസിന് എങ്ങനെയാണ് നെയിമിങ് കൊടുക്കുക? നമുക്കറിയാം, നമ്മൾ നെയിമിങ് കൊടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. നമ്മൾ വലിയ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കാനുണ്ട്. അവിടെ നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പുകളും അതേപോലെ നമുക്ക് അവിടെ ബ്രാഞ്ചുകളൊക്കെ വരുന്ന സമയത്ത് നെയിമിങ് കൊടുക്കൽ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ നെയിമിങ് കൊടുക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് നോക്കുക, അതായത് ഓരോ കോമ്പൗണ്ടിലും എത്രയാണോ കാർബണിൻ്റെ ആറ്റങ്ങൾ നോക്കുക, അവർക്കിടയിലുള്ള ബോണ്ട് ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് നെയിമിങ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നെയിമിങ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു 10 നെയിം എന്താണെന്ന് പഠിക്കാനുണ്ട്. അതായത്
ഒരു കാർബൺ ആണെങ്കിൽ മെത്ത്, 2 കാർബൺ ആണെങ്കിൽ എത്ത്, 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ട്, 5 ആണെങ്കിൽ പെൻറ്റ്, 6 ആണെങ്കിൽ ഹെക്സ്, 7 ആണെങ്കിൽ ഹെപ്റ്റ്, 8 ആണെങ്കിൽ ഒക്റ്റ്, 9 ആണെങ്കിൽ നൊണ്ണ്, 10 ആണെങ്കിൽ ഡെക്ക്. അതായത് ഒരു കാർബൺ ആറ്റാണെങ്കിൽ ഞാൻ എങ്ങനെ പേര് കൊടുക്കും? അത് ആദ്യം മെത്ത് എഴുതുക അല്ലേ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ തരാം. ഇവിടെ ഞാനൊരു കാർബൺ എഴുതാണ്. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിൽ പോവാം. അപ്പോൾ നമ്മൾ ആ പേര് പഠിച്ചു വെക്കാം. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്റ്റ്, നൊണ്ണ്, ഡെക്ക്. ഓക്കെ, അപ്പോൾ അത് മലയാളത്തിലാണെങ്കിലും അതേപോലെ തന്നെയാണ്. മീത്, ഈത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്റ്റ്, നൊണ്ണ്, ഡെക്ക്. ഓക്കെ, ഇനി എങ്ങനെയാണ് ആൽക്കെയിനിന് നെയിം കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആൽക്കെയിനിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ജനറൽ ഫോർമുലയും കൊടുത്തിട്ടുണ്ട്, CnH2n+2. ഇത് വെച്ചിട്ട് ഞാൻ ഒന്നാമത്തെ ആൽക്കെയിനിന് മോളിക്കുലാർ ഫോർമുല ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. C1H2 × 1 + 2, അതായത് CH4. ഈ CH4 എന്ന് പറയുന്ന ആൾക്ക് എങ്ങനെയാണ് ഞാൻ പേര് കൊടുക്കുക? അതേപോലെ C2 ഞാനിവിടെ കണ്ടിട്ടുണ്ട്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് എനിക്കിവിടെ നെയിമിങ് കൊടുക്കാൻ പറ്റും അല്ലേ. എങ്ങനെയാണ് നെയിം കൊടുക്കുക? ഇവിടെ നോക്കുക. ഇവിടെ CnH2n+2 CH4 ആണ് ഒന്നാമത്തെ കോമ്പൗണ്ട്, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, CH4 ആകുമ്പോൾ ഒരു കാർബണാണ്. ഒരു കാർബണിൻ്റെ പേര് എന്ന് പറയുന്നത് എന്താ? നമ്മളെന്താ ഒരു കാർബണിന് ഇപ്പുറത്തെ പേര് പഠിച്ചത്? നോക്കുക, ഒരു കാർബൺ എന്താണ് നമ്മളവിടെ പേര് കൊടുത്തത്? മെത്ത് അല്ലേ. ഒരു കാർബൺ എന്താ പേര്? മെത്താണ് ഒരു കാർബൺ ആറ്റത്തിൻ്റെ പേര്. ഒരു കാർബണിലെ വേർഡ് റൂട്ടിലെ പേര് എന്ന് പറയുന്നത് മെത്താണ്. അപ്പം ഞാനവിടെ മെത്ത് കൊടുക്കുന്നു. CH4-നാണ് ഞാൻ പേര് കൊടുക്കുന്നത്, മെത്ത് കൊടുക്കുന്നു. ഓക്കെ, മെത്ത്. ഓക്കെ, അത് മലയാളത്തിലാണെങ്കിൽ മീത്ത് കൊടുക്കുന്നു അല്ലേ, മീത്ത്. ഓക്കെ, അപ്പം മീത്ത് നമുക്ക് എയിന് കൂട്ടി എഴുതാം. ഓക്കെ, ഒരു കാർബൺ. ഇനി ഇവർ തമ്മിലുള്ള ബോണ്ട് എന്താ? സിംഗിൾ ബോണ്ടല്ലേ. ഇവർ തമ്മിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ടല്ലേ. അപ്പം ഞാനെങ്ങനെ എഴുതും? എയിൻ, മീഥെയിൻ. സിംഗിൾ ബോണ്ടിനെ എങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക? എയിൻ, മീഥെയിൻ അല്ലേ. സിംഗിൾ ബോണ്ടാണ്. ഒന്നാമത്തെ ബോണ്ടിന് നമ്മളെപ്പോഴും എയിനാണ് കൊടുക്കുക അല്ലേ. അതായത് സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത് എയിനാണ്. കാർബണിൻ്റെ ഇടയിൽ ഒരു ബോണ്ട് വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആൽക്കെയിൻ. ആ എയിന് ഇതിന് കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും? മീഥെയിൻ. എങ്ങനെ വരും മലയാളത്തിൽ? മീഥെയിൻ, മീഥെയിൻ. ഓക്കെ, ഇനി അടുത്തത് 2 കാർബൺ ആണെങ്കിലോ? 2 കാർബൺ ആണെങ്കിൽ വേർഡ് റൂട്ടിൽ നമുക്ക് പേര് പഠിച്ചു, മെത്ത്, എത്ത് അല്ലേ. അപ്പോൾ എന്താണ്? എത്ത് കൊടുക്കുകയാണ് ഞാൻ ഇവിടെ, എത്ത് കൊടുക്കുകയാണ്. അത് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഞാൻ എങ്ങനെ കൊടുക്കണം? എത്താവുമ്പോൾ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എയിന് കൊടുക്കുക അല്ലേ. ഈഥെയിൻ, ഈഥെയിൻ. ഓക്കെ, ഈഥെയിൻ. അത് മലയാളത്തിലാണെങ്കിൽ ഈഥെയിൻ എന്ന് വരും, ഈഥെയിൻ. മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെയാണ് അതിന് പേര് കൊടുക്കുക, ഈഥെയിൻ. ഓക്കെ, അപ്പോൾ ആ വേർഡ് റൂട്ട് ആദ്യം പഠിച്ചു വെക്കുക, എന്നിട്ട് പേര് കൊടുക്കുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്താക്കും പേര് കൊടുക്കാം. അതായത് നമ്മുടെ ENE ആയിട്ടുള്ള നമ്മുടെ ആൽക്കീനിന് പേര് കൊടുക്കാം. സിമ്പിളാണ്. ആൽക്കീനിന് എങ്ങനെ പേര് കൊടുക്കുക? അതായത് അവർ തമ്മിലുള്ള ബോണ്ട് നോക്കുക, എത്ര കാർബൺ ആറ്റാൻ നോക്കുക. ഇവിടെ ഫസ്റ്റ് ആൽക്കീനിൻ്റെ ആളെന്ന് പറയുന്നത് മെത്തല്ല, എത്താണ് അല്ലേ. രണ്ടാമത്തെ ആളാണ്. അപ്പോൾ അതിന് എത്ത് കൊടുക്കുക. രണ്ടാമത്തതാണ് വരിക. 2 കാർബൺ ആയതുകൊണ്ട് ഞാൻ എത്ത് കൊടുത്തു, അഥവാ ഈത് കൊടുത്തു, എത്ത് കൊടുത്തു. ഇനി ഇവർക്കിടയിലുള്ള ബോണ്ട് എന്താ? എയിനാണോ, ഈനാണോ, ഐനാണോ? ഈനാണ് അല്ലേ. അപ്പോൾ എങ്ങനെ പേര് കൊടുക്കും? ഈഥീൻ, ഈഥീൻ അല്ലേ. ഈഥീൻ എന്ന് കൊടുക്കാം. ഓക്കെ, എന്ത് കൊടുക്കാം? ഈഥീൻ, ഈഥീൻ, ഈഥീൻ എന്ന് കൊടുക്കാം. ഇനി 3, 4 ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. പ്രൊപ്പ്, ബ്യൂട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് മൂന്നാമത്തേത് 3 ആണെങ്കിൽ ഇപ്പോൾ എങ്ങനെ കൊടുക്കാം? ഇപ്പോൾ 3 കാർബൺ ആറ്റമുള്ള ഡബിൾ ബോണ്ടിന് എങ്ങനെയാണ് ഞാൻ പേര് കൊടുക്കുക? അപ്പോൾ 3 കാർബൺ ആറ്റമുള്ള മൂന്നാമത്തെ ആളെയാണ് എങ്കിൽ ഞാൻ എങ്ങനെ കൊടുക്കും? പേര് കൊടുക്കും. ഇവിടെ നോക്കാം. 3 കാർബൺ ആയതുകൊണ്ട് മെത്ത്, എത്ത്, പ്രൊപ്പ് അല്ലേ. അപ്പം ഞാനെന്ത് കൊടുക്കണം? പ്രൊപ്പ് എന്ന് കൊടുക്കാം. പ്രൊപ്പ്. ഇനി എയിനാണോ, ഈനാണോ, ഐനാണോ? ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഈനാണ് അല്ലേ. അപ്പം ഞാനെങ്ങനെ കൊടുക്കണം?
പ്രൊപ്പീൻ എന്ന് കൊടുക്കാം. പ്രൊപ്പീൻ മലയാളത്തിലും പ്രൊപ്പീൻ തന്നെയാണ്. ഇനി 4 കാർബൺ ആണെങ്കിലോ 1 2 3 4 4 കാർബൺ ആകുമ്പോൾ എങ്ങനെ കൊടുക്കാം? എത്ത് പ്രൊപ്പ് ബ്യൂട്ട് അല്ലേ? അപ്പം ഞാനവിടെ ബ്യൂട്ട് എഴുതി. ബ്യൂട്ട്. ഇനി അവിടെ ഈനാണോ ഐനാണോ? എയിനാണോ? ഡബിൾ ബോണ്ട് ആയതുകൊണ്ട്, ദ്വിബന്ധനമായതുകൊണ്ട് ഈനാണ്, ആൽക്കീനാണ്. സോ ഞാനവിടെ ഈന് കൊടുക്കുന്നു. ബ്യൂട്ടീൻ. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുക. ഓക്കെ. ഇനി ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എന്ത് കൊടുക്കണം? ഐന് കൊടുക്കണം. അതായത് ഈഥൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ ഇങ്ങനെയാണ് വരിക. അപ്പം ഇങ്ങനെയാണ് നമ്മളതിന് നോമൺ ക്ലേച്ചർ അഥവാ നെയിമിങ് കൊടുക്കാതെ വന്നത്. എത്ര കാർബൺ ഉണ്ട് നോക്കുക. അതേപോലെ തന്നെ എയിനാണോ, ഈനാണോ, ഐനാണോ അഥവാ ഇവർക്കിടയിലുള്ള ബോണ്ട് ഏകബന്ധനാണോ, ഡബിൾ ബന്ധനാണോ, ട്രിപ്പിൾ ബന്ധനാണോ, അതായത് ത്രിബന്ധനാണോ നോക്കുക. എന്നിട്ട് നെയിമിങ് കൊടുക്കുക. ഓക്കെ.